ഇനി തമിഴ് തന്നെ പറയുന്നത് ഗജിനി അതായത് താങ്കളൊരു നാളെ റിലീസ് ചെയ്യുമ്പോൾ നാളെ റിലീസ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അതുവരെ നമ്മൾ കാണുന്ന സൂര്യനെ നിന്നും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതായത് സഞ്ജയ് രാമസ്വാമി എന്ന കഥാപാത്രത്തിൽ നമ്മൾ ആ കഥ ആരംഭിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന പിന്നെ ബ്രേക്ക് ചെയ്യുന്ന ആ ഡയറി തുറക്കം നടത്തുന്നു. അതായത് താങ്കൾ വായിക്കുന്നതിലൂടെയാണ് പിന്നെ സഞ്ജയ് രാമസ്വാമി പ്രേക്ഷകനെ അറിയുന്നത്. ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത് അത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയിലെ ഭാഗമാകുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? AR മുരുകദാസ് എനിക്കൊന്ന് മൂന്നാമത്തെ നാലത്തെ ഫിലിം കണ്ടാണ്. രമണ ഫസ്റ്റ്, സെക്കൻഡ് ഇത് രമണ, രമണ കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗജനിയാണ്. സോ അപ്പോഴേ ഞങ്ങൾ തമ്മിൽ ലിങ്കായി കഴിഞ്ഞു. ഹി നോസ് മീ. ഈ പുള്ളിക്കറിയാം, പുള്ളിക്ക് ഞാൻ എന്ത് പെർഫോം ചെയ്യുന്ന പുള്ളിക്കറിയാം. സോ നോർമലി ആ മൂവിയിലേക്ക് ഞാൻ ഇൻവോൾവ് ആയി, പാർട്ട് ഓഫ് ദി മൂവി ആയി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. പിന്നെ സൂര്യയ്ക്ക് എനിക്കും കുറേ ലുക്ക് ലൈക്സ് ഇതുണ്ട്, സിമിലായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ട്രോങ് ആൾക്കാർ വേണം ഈ രണ്ട് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐ എം ഇൻ ടു ദാറ്റ് സ്ക്രിപ്റ്റ്. അതിലേക്ക് പോയത് ഈ രണ്ട് സ്ക്രിപ്റ്റിൽ കൂടെ തന്നെയാണ് ഹിന്ദി ചെയ്തപ്പോഴും അമീർ ഖാൻ വാണ്ടഡ് അമീർ സാറിന് ഇല്ല റിയാസിനെ ചെയ്താൽ മതി എന്ന് പുള്ളിയാ പറഞ്ഞു. അവർ ഹിന്ദി സ്റ്റാറിനെ നോക്കിയത്. അമീർ സാർ നേരിട്ട് പറഞ്ഞു അവർ ഹിന്ദി എടുക്കണം, വിൽ ഗോ ഫോർ ഹിന്ദി സ്റ്റാർസ് എന്നാണ് പറഞ്ഞത്. പുള്ളി തന്നെ ചെയ്താൽ മതി. ഈ 3 പേര് മാറ്റുമെന്ന് പറഞ്ഞു. ഹീറോയിൻ, പോലീസ് ഓഫീസർ, വില്ലൻ മാറ്റരുത്. ഇപ്പോൾ ഇത് പറഞ്ഞു ഗജിനി അല്ലെങ്കിൽ രമണ, ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ബദ്രിയിൽ ഈ പറഞ്ഞ പോലെ റിയാസ് ഖാൻ വളരെ സാധാരണ പവർഫുൾ ആണ്, പക്ഷേ ഇതിൽ ഭയങ്കര സോഫ്റ്റ് സാധാരണ ഒരു ചേട്ടനാണ്. വിജയുടെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടൊരു പോലെ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു പെട്ടെന്ന്? മാത്രമല്ല അന്ന് ഇപ്പം തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ വിജയ് എന്ന് ഇന്നത്തെ സൗത്ത് ഇന്ത്യയിൽ അതിന് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻ്റർടൈനറാണ്. എൻ്റർടൈനർ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മണി മേക്കിംഗ് അവരെയാണ് അങ്ങനെ പറയണം. മൈക്കിൾ ജാക്സൺ, ജാക്കി ചാൻ, വിജയ്, അങ്ങനെ വരണം പേര്. ആ കാറ്റഗറിയിലാണ് വരണം. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നു. അതും അദ്ദേഹത്തിൻ്റെ പുറത്തായിട്ട് ഈ പറഞ്ഞ റിയാസ് ഖാൻ്റെ ഫിലിമോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറും ചെയ്യാൻ പറ്റിയത്. ആ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഞാനെപ്പോഴും പറയാറില്ലേ, ആക്ടേഴ്സായിട്ട് കാണണം. ഈ നമ്മൾ നെയിമിൽ ബ്രാൻഡ് ചെയ്യരുത്. ഈ നെവർ ബ്രാൻഡ് ഈ നെയിം, ഇയാൾ വില്ലൻ, ഇയാൾ കോമഡിയൻ, അങ്ങനെ ബ്രാൻഡ് ചെയ്യരുത്. ഇപ്പോൾ വടിവേൽ സാറ് തന്നെ കോമഡിയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കുറേ ഇമോഷണൽ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മളുടെ ഇവിടെ സുരാജ് ഉണ്ട്, കോമഡിയിൽ നിന്ന് മാറി. കലാഭവൻ മണി ഈസ് എ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. കലാഭവൻ മണി ഈസ് എൻ ആക്ടർ, വെസ്റ്റൈൽ ആക്ടർ. അതാണ് ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. ഇനി ഏതൊരു ഫംഗ്ഷനിൽ വിക്രമം പറഞ്ഞു, പുള്ളി ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, പുള്ളി കോമഡി ചെയ്യുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് വന്നു, പുള്ളി കരയുമ്പോൾ നമ്മൾ കരയും, പുള്ളി ഹീറോ ആയിട്ട് അഭിനയിക്കാൻ നമ്മൾ ഫാനാകും. സോ ദാറ്റ് ഈസ് എൻ ആക്ടർ. സോ നമ്മൾ ഗിവൺ ക്യാരക്ടർ അതിന് നമ്മൾ എക്സൽ ചെയ്യുക, അതിനത് ബെസ്റ്റ് തരിക, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വില്ലനായിട്ട് ചെയ്തു എനിക്കങ്ങനെ നത്തിങ് ചെയ്തില്ല. ടൈപ്പ് കാസ്റ്റ് ആയിരുന്നാൽ അത്രേ ഉള്ളൂ. ടൈപ്പ് കാസ്റ്റ് തോന്നിയിട്ടുണ്ട്. ചെയ്തോട്ടെ, നമ്മളത് കാര്യമാക്കരുത്. ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിനെസ്സേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഹാപ്പി നോക്കി നടക്കുന്ന ആളാണ്, ഹാപ്പിനെസ് നോക്കി നടക്കുന്ന ആളാണ് ഞാൻ. ഇനി ടൈപ്പ് കാസ്റ്റ് ചെയ്തോട്ടെ, സിനിമയിലിടണ്ട, നോ പ്രോബ്ലം. ജോലി എൻ്റെ അല്ലേ, ഞാൻ ആ ജോലി തേടിയെടുത്തോളാം. സോ ഐ നെവർ ബോദർ അബൌട്ട് ദാറ്റ്.